നമ്മൾ ആദ്യം സമീപിക്കുന്നത് ഈ 3 പേരെയാണ്. അവിടെ എന്ത് വിഷയമുണ്ടെങ്കിലും അവർ വളരെ കൃത്യമായി ഇടപെട്ടിരുന്നു. അഷ്റഫ് MLA അടക്കം നമ്മളോടൊപ്പം നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ ഏകോപിപ്പിച്ചതും ഇപ്പോൾ ഒരു ധാരണയായിരുന്നു. പ്രേക്ഷകർ, ഈ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ. ഇത് ഗംഗാവാലി പുഴയുടെ മറുകരയിൽ ഇതുവരെയും മറ്റു മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും അധികം കാണിക്കാത്ത ദൃശ്യങ്ങൾ കൂടിയാണ്. കന്നഡയിലെ മാധ്യമങ്ങൾ പോലും വേണ്ടത്ര കവർ ചെയ്യാതെ പോയ ദൃശ്യങ്ങളാണ് ഇത്. ആ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ മറുകരയിലേക്ക് വെള്ളം കയറി വന്ന് വീടുകൾ നഷ്ടപ്പെട്ട പരിസരത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു കരയ്ക്ക് മറുകരയുണ്ട് എന്ന് പറയും പോലെ അക്കരക്കരയിൽ നമ്മുടെ പ്രിയപ്പെട്ടവനുണ്ട്, ഇക്കരക്കരയിൽ നമുക്ക് പ്രിയപ്പെട്ടവരാണ്, പക്ഷേ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അവരുടെ വീട് പൂർണ്ണമായും തകർന്നു പോയി എന്ന് മാത്രമല്ല, അടിസ്ഥാനം മാത്രമായി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ എത്രമാത്രം ശക്തമായിട്ടാണ് ആ പുഴയിൽ നിന്ന് വെള്ളം തള്ളിക്കയറി വന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്ര ശക്തമായ നീരൊഴുക്കായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നു. നോക്കൂ, ഒരു ഭാഗത്ത് വെള്ളമൊഴുകുമ്പോൾ ഇവിടം വരെ വെള്ളം കയറി വന്നു. ഒരു സുനാമിക്ക് സമാനമായ വെള്ളപ്പൊക്കമായിരുന്നു ഒരു 1/2 കിലോമീറ്റർ മുതൽ 1 കിലോമീറ്റർ ഭാഗത്തുണ്ടായത്. ഞാനിതിൻ്റെ മറുകരയിൽ ഇന്നലെ പോയിരുന്നു. അവിടെ ഈ വീട്ടിലുണ്ടായിരുന്ന സണ്ണി ഗൗഡ എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് കിട്ടിയത്. മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ കിട്ടി. ഇക്കരയിലുണ്ടായിരുന്ന ഇനി ഒരാളുടെ ഒരു മൃതദേഹം കൂടി കാണാനുണ്ട്. മറുഭാഗത്തുള്ള ഹനുമന്തപ്പയുടെ മൃതദേഹം ഇനി കിട്ടാനുണ്ട്. ലോകേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരവും ഇനി കിട്ടാനുണ്ട്. ഈ ഭാഗം നോക്കൂ, അത് പൂർണ്ണമായും അവിടെ 3 വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പറയുക പോലുമില്ല. ആ വീടുകൾ അക്ഷരാർത്ഥത്തിൽ നിലം പറ്റി. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. 3 വീടുകൾ ഇരുന്ന ഭാഗമാണ്. കർഷകർ ആണവർ, മത്സ്യത്തൊഴിലാളികൾ കൂടിയാണ്. അവരുടെ വീട് നിലം പറ്റി എന്ന് മാത്രമല്ല, അതിന് പുറത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള വീടുകൾക്ക് പോലും തകർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ശക്തമായ മണ്ണിടിച്ചിലാണ് മറുകരയിലുണ്ടായത് എന്നത് പ്രേക്ഷകർ ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഒരു വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ തകർന്നത് കാണാം. 3 വീടുകൾ അപ്പാടെ തകർന്നു പോയി. അവിടെ 3 വീടുകൾ നിന്ന സ്ഥലമാണെന്ന് ഇപ്പോൾ പറയുക പോലുമില്ല. തിരിച്ചറിയാൻ പോലും പറ്റാത്ത തലത്തിലാണ് ആ സ്ഥലം അവിടെ നിന്ന് മാറിപ്പോയത്. ഏകദേശം 10ഓളം കുടുംബങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കുടുംബത്തിലുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2 സ്ത്രീകൾക്ക് അപകടം സംഭവിച്ചു. ഇതാ തകർന്നു കിടക്കുന്ന പ്രദേശങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ പലരും മത്സ്യത്തൊഴിലാളികളും ചെറിയ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. ഉൾവരെ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. വളരെ സാധാരണക്കാരായ മനുഷ്യർ. ഇവരാരോട് പരാതി പറയാനാണ്? ഇന്നലെ BJPയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളൊക്കെ അവിടെ എത്തി. ഇവർക്കൊരു പക്ഷേ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കും. അതിനും അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഇനി എത്ര കാലമെടുക്കും ഈ വീടൊന്ന് തിരികെ വരാൻ? നോക്കൂ, ഇത് ഈ നദിക്കരയിൽ നിന്ന് 150 മീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ അർജുനെ ഒഴുക്കിക്കൊണ്ടുപോയ മലയിടിഞ്ഞു വീണപ്പോൾ തകർന്നു പോയ വീടാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന 2 പേരും കാണാതായി. അതിൽ 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സണ്ണി ഗൗഡ എന്ന പേരുള്ള ഒരു വനിതയാണ് ഒന്ന്, മറ്റൊരു വനിത. ഇവർ 2 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുള്ളത് ജഗന്നാഥ ഹനുമന്തപ്പയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല, ലോകേഷിൻ്റെ മൃതദേഹം കിട്ടിയിട്ടില്ല, ശരവണൻ്റെ മൃതദേഹം ഇനിയും കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? ഒരു മലയിടിച്ചിൽ തകർത്ത് കളഞ്ഞ ജീവിതത്തിൻ്റെ നേർചിത്രങ്ങളാണ് ഇത്. ഇവരുടെ ഭാഗത്തുള്ള മലയിടിഞ്ഞു വീണതല്ല, പുഴയുടെ മറുകരയിലുള്ള പുഴ ഇടിഞ്ഞു വീണു. നോക്കൂ, അത്രയും ദൂരമുണ്ട്. എന്നിട്ടും അത്രയും ശക്തമായി പുഴ ഈ മല ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ എത്ര ശക്തിയോടുകൂടിയായിരിക്കും ആ പുഴയിലേക്ക് ആ മല വന്ന് പതിച്ചിട്ടുണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ മല ഇറങ്ങി വന്ന് പുഴയിലിരുന്ന പോലെയാണ് ആ അവസ്ഥ. അത്രയും ശക്തമായ തള്ളിച്ചയാണ് മറുഭാഗത്തുണ്ടായത്. ഉൾവാർ എന്ന ഗ്രാമത്തിലെ 3 കുടുംബങ്ങൾ തത്സമയം തന്നെ ഇല്ലാതായി. നമ്മൾ അവർക്ക് വേണ്ടിയും സംസാരിച്ചു റവന്യൂ വകുപ്പ് മന്ത്രിയോട്. നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇവരുടെ ഒന്നും കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാനും തുടർച്ചയായ ഒരു വിഷയത്തിൽ ഇടപെടാനുമുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ്. കേരളം വിട്ടാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാഴ്ചകൾ. സിസ്റ്റത്തിൻ്റെ അഭാവം വളരെ ശക്തമായി അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. നോക്കൂ, ആ കുടുംബങ്ങൾ നമ്മുടെ തത്സമയ കാഴ്ചയിൽ കാണാം. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ത്രീകളും കുടുംബങ്ങളുമാണ്. വീട് നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്. അവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ, അവരെ കൃത്യമായി ഇടപെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് മരുന്ന് കൊടുക്കാൻ. കാരണം ഈ മണിക്കൂറുകളോളം ഈ വെള്ളത്തിൽ കാലുകൾ വെച്ചിരുന്നാൽ, ഞങ്ങൾ ഇന്നലെ നിന്നപ്പോൾ തന്നെ ഞങ്ങളെല്ലാ മാധ്യമപ്രവർത്തകരും ചെറിയ ഓയിൻമെൻറ്റ് പുരട്ടിയിട്ടാണ് വൈകുന്നേരം കിടക്കാൻ പോകുന്നത്. ഈ മണിക്കൂറുകളോളം ആ തണുത്ത വെള്ളത്തിൽ ഈ എക്കലുള്ള മണ്ണിലാണ് നിൽക്കുക. പലപ്പോഴും ചെറിയ വ്രണങ്ങളൊക്കെ രൂപപ്പെട്ടു തുടങ്ങും ആ ഭാഗത്ത്. ഇവർക്ക് ആരാണ് അത്തരം സംരക്ഷണം നൽകുക? അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. നേരത്തെ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളൊക്കെ എത്രയോ ഭേദമാണ്, എത്രയോ ട്രെയിൻഡാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽപ്പെട്ടവർ വളരെ ട്രെയിൻഡായി ഇങ്ങനെയൊരു സംവിധാനത്തെ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ഒരു നാട്ടിൽ
ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചാൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ആരുമില്ലാത്ത ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. 5 ലക്ഷം രൂപ ഇനി ഒരു 10-15 ദിവസം കഴിയുമ്പോൾ കളക്ട്രേറ്റിൽ പോയി വാങ്ങണം. അതിന് മിഡിൽമെന്മാരുണ്ടാവും, അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം. അതിനുശേഷം കിട്ടുന്ന 4 ലക്ഷം രൂപയുമായി അവർ വരും. പിന്നീട് അവർ തിരിച്ച് ജീവിതം സ്വാഭാവികമായി കിട്ടിയെന്ന നിലയിൽ ഒരു ഫൗണ്ടേഷൻ മാത്രമായി നിൽക്കുന്നത് കണ്ടോ. അതിന് മുകളിൽ ഒരു കൂരയുണ്ടായിരുന്നു, ആ കൂരയിൽ മനുഷ്യരുണ്ടായിരുന്നു, ആ മനുഷ്യർക്ക് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ കുടുംബം ഒന്നാകെ ഉലഞ്ഞു പോയിട്ടുണ്ട്. അവർ വീട് നഷ്ടപ്പെട്ട് പുറത്ത് നിൽക്കുന്ന കാഴ്ച, കുട്ടികളടക്കം നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം. നമ്മളുടെ ആകാശ ദൃശ്യങ്ങളാണ്, നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെയല്ല ഉള്ളത്. നോക്കൂ, അവരിപ്പോഴും അവർക്ക് അതിൽ നിന്ന് ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. AK അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. AK അഭിലാഷ്, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ കുടുംബങ്ങൾ ഉള്ളത്. നമ്മളുടെ ആ ദൃശ്യങ്ങൾ വല്ലാതെ ഉള്ളിലേക്കുന്ന ദൃശ്യങ്ങളാണ്. എങ്ങനെയാണോ അർജുനൻ്റെ വാർത്ത നമ്മളിൽ ഉള്ളിലേക്കുന്നത്, അതുപോലെയാണ് നമ്മളുടെ പ്രിയപ്പെട്ടവരാണ് ഇവരും. മറ്റൊരു ഭാഷ സംസാരിക്കുന്നവരാണ്, കുറച്ചകലെയാണെന്നേ ഉള്ളൂ. ആ മനുഷ്യരുടെ ജീവിതവും ഉലഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ആരും എത്തിയിട്ടില്ല, ഇവരുടെ ആശ്വസിപ്പിക്കാൻ എത്തി കടന്നുപോയവർ മാത്രമേ ഉള്ളൂ, അല്ലേ അഭിലാഷ്? എന്താണ് ഇപ്പോൾ അഭിലാഷ് നമ്മൾ കാണുന്നത് രക്ഷാപ്രവർത്തനത്തിലും ഒപ്പം അഭിലാഷ് നിൽക്കുന്ന പരിസരത്തും? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സണ്ണി ഗൗഡ മരിച്ച സ്ഥലമാണിത്. അവരുടെ വീടാണ് ഈ കാണുന്നത്. സണ്ണി ഗൗഡ മരിച്ച സ്ഥലമാണിത്. അവരുടെ വീടാണ് ഈ കാണുന്നത്. ആ വീട്ടിൽ അവരുടെ മൃതദേഹം, ഇപ്പോൾ വീട് എന്ന് പറയാൻ കഴിയില്ല, അവിടെ തറ മാത്രമേ ഉള്ളൂ. ആ വീട്ടിലേക്ക് അവരുടെ മൃതദേഹം അല്പസമയങ്ങൾക്കകം തന്നെ എത്തിക്കും. അതിന്റെ മുമ്പായി തന്നെ ദഹിപ്പിക്കാനുള്ള വിറകുകളടക്കം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 10-20ഓളം ബന്ധുക്കളാണ് അവിടെ നിൽക്കുന്നത്. അരമണിക്കൂറിനകം തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഏതാണ്ട് 3-4ഓളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ പുഴയിൽ നിന്ന് ഏതാണ്ട് 2.5 മീറ്ററോളം ഉയരത്തിലാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 3-4 മീറ്റർ ഉയരത്തിലാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം. അതായത് ഇത്രയും ഉയരത്തിലാണ് വെള്ളം അടിച്ചു കയറി ഈ വീട് തകർത്തത്. അത്രത്തോളം ശക്തി അന്നത്തെ മണ്ണിടിച്ചിലും ഈ വെള്ളം ഇരച്ചു കയറ്റത്തിലും ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു 100 മീറ്ററോളം നീളത്തിൽ ഇത്തരത്തിൽ വെള്ളം ഇരച്ചു കയറുകയും അതോടൊപ്പം തന്നെ വീടുകളൊക്കെ തകരുകയും ചെയ്തുള്ളൂ. കാർഷിക വിളകളൊക്കെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, വളരെ ഈ മണ്ണൊക്കെ കുത്തൊലിച്ചു പോയിരിക്കുന്ന പുഴ പോലെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ബന്ധുക്കളടക്കം ഈ മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടി ഒരു നോട്ടം കൂടി കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അയൽവാസികളടക്കമുള്ള ആളുകൾ ഒരു വശത്ത് സണ്ണി ഗൗഡയുടെ മൃതദേഹം അവിടേക്ക് എത്തിക്കും. മറ്റു വലിയ മാധ്യമ ഇടപെടലുകളോ ആളുകളോ ഒന്നും അവിടെയില്ല. അനാഥയായി തന്നെ ഒരുപക്ഷെ സണ്ണി ഗൗഡയുടെ മൃതദേഹം അവിടെ ദഹിപ്പിച്ചു പോകും. ആരും അറിയാതെ ഒരു പൊട്ടുപോലെ ഒരു ജീവിതം തീർന്നു, ഒരു മഴവെള്ളപ്പാച്ചിലിലെ മലയിടിച്ചിലിൽ എന്നുള്ളതാണ് അവസ്ഥ.